ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ രാമേശ്വരത്ത് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ രാമേശ്വരത്ത് രാവിലെ തന്നെ എണീറ്റ് തൊഴാൻ പോവുകയാണേ. ഞങ്ങൾ അവിടുന്ന് തീർത്ഥകുളത്തിൽ കുളിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ 2 കുട്ടികളിൽ അവരെ നോക്കണം, അപ്പം എല്ലാം കൂടെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തില്ല. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പം ചെയ്യാമല്ലോ. അപ്പം ഞങ്ങൾ ഇന്ന് നേരെ പോയി തൊഴുകയാണ് കേട്ടോ. ഇന്ത്യയിലെ 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ രാമേശ്വരം. വടക്ക് ബദരീനാഥ്, കിഴക്ക് പുരി ജഗന്നാഥൻ, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരം. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നമ്മുടെ 2 ലിംഗങ്ങൾ കാണാൻ പറ്റും. ഒന്ന് രാമലിംഗവും ഒന്ന് വിശ്വലിംഗവും. രാമലിംഗം എന്ന് പറയുന്നത് സീതാദേവി മണ്ണിൽ കുഴച്ചുണ്ടാക്കിയ രൂപവും, രണ്ടാമത്തത് ഹനുമാൻ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗമാണ് ഉള്ളത്. ആദ്യം കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഹനുമാൻ കൊണ്ടുവന്നിട്ടുള്ള ശിവലിംഗത്തിൽ പൂജ ചെയ്തിട്ട് മാത്രമേ രാമലിംഗത്തിൽ പൂജ ചെയ്യാവൂ എന്നാണ് വിശ്വാസം അപ്പോഴേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഇടനാഴി ഉള്ളത് ഈ ക്ഷേത്രത്തിലാണ് കേട്ടോ. മുത്തുരാമലിംഗ സേതുപതി രാജാവാണ് ഇത് ചെയ്തിട്ടുള്ളത്. 12-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ പലർക്കും അറിഞ്ഞൂടാ. പണ്ട് ഓല മേഞ്ഞിട്ടാണ് ഈ അമ്പലം ഉണ്ടായിരുന്നതെന്നും പിന്നെ പല രാജാക്കന്മാരുടെ കഴിവ് കൊണ്ടാണ് ഇത്രയും വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കിയതെന്നും പിന്നെ ഈ നമ്മുടെ 1000 പില്ലേഴ്സ് അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഓരോരോ രാജാക്കന്മാരാണ്. അതിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. ചെസ് ബോർഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ചെസ് ബോർഡിനെ പോലെ വലിയൊരു ഇടനാഴി, അതിന് സേതുമാധവ ശ്രീകോവിലേക്കുള്ള ഇടനാഴി, ആ കല്ല് പാകി അപ്പോഴും ഇപ്പുറവും ചെസ് ബോർഡിൻ്റെ രൂപത്തിൽ പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇടനാഴിയാണത്. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്ന് നേരെ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ശരവണ ഭവനിൽ പോയിട്ട് നല്ല മസാല ദോശയും ചായയും കോഫിയൊക്കെ കുടിച്ചു. പക്ഷേ മസാല ദോശ അത്ര ഇഷ്ടമായില്ല. അതിനെക്കൊണ്ട് ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ചൊന്നും തിന്നാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഞങ്ങൾക്ക് കുപ്പിവെള്ളം നോക്കണം. കുപ്പിവെള്ളം നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര തൃപ്തി കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച സാധനം ആടില്ല. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയില്ല. എന്നിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്നിട്ട് പോകാൻ പറ്റിയൊരു ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ നേരെ റൂമിൽ പോകുന്നു, വെക്കേറ്റ് ചെയ്യുന്നു. ഡ്രസ്സ് ആ സാരിയൊക്കെ ഒന്ന് അയച്ചിട്ടപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം. ഇനി നമ്മൾ നേരെ പോകുന്നത് അബ്ദുൾ കലാം മ്യൂസിയത്തിലേക്കാണ്. അങ്ങോട്ടേക്കാണെങ്കിൽ ഫോൺ അടുപ്പിക്കേയില്ല. അപ്പോൾ ഫോണൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ടാണ് നേരെ കയറുന്നത് കേട്ടോ. 2017 കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിലാണെങ്കിൽ അഗ്നി മിസൈലിൻ്റെ ഒരു മാതൃക, പിന്നെ അബ്ദുൾ ഖാൻ്റെ ചില ഫോട്ടോസ്, നല്ല ഫോട്ടോസ്, അങ്ങനത്തെ എല്ലാവരും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു മുഗൾ ആർക്കിടെക്ചറിനെ പോലെയൊക്കെയാണ് തോന്നും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പാമ്പൻ പാലമൊക്കെ പോയി. പുതിയ പാമ്പൻ പാലം ഈ അടുത്താണല്ലോ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമൊക്കെ കണ്ടു. അങ്ങനെ പഴയ പാലം 1914 കേട്ടോ ഈ പാമ്പൻ പാലം പണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അന്ന് നമുക്ക് ശ്രീലങ്ക വരെ ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു പോലും. പിന്നെ 1964 ചുഴലിക്കാറ്റിലും കടൽക്ഷോഭത്തിലും അതൊക്കെ തകർന്നു പോയി. അതിന് ശേഷം പിന്നെ ശ്രീലങ്കയിലേക്കില്ല, ഇപ്പോൾ രാമേശ്വരം വരെയുള്ളൂ. പണ്ട് ധനുഷ്കോടി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാമേശ്വരം വരെ ഉള്ള ട്രെയിൻ സർവീസുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ലോണം വിശക്കാനൊക്കെ തുടങ്ങി. നമ്മൾ നേരെ പൊന്നി മെസ്സിലേക്ക് പോയി. ഇത് രാമനാഥപുരത്താണ് കേട്ടോ ഈ പൊന്നി മെസ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ പൊന്നി മെസ്സിലേക്ക് അങ്ങ് കയറി അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ. ഇന്ന് ഞാൻ ചോറും നല്ല മട്ടൻ കുഴമ്പ്, നാടൻ ചിക്കൻ കുഴമ്പ്, പിന്നെ എന്തിനും നല്ല നാട്ടുകോഴി കുളമ്പും പിന്നെ കാടക്കുളമ്പുമാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇന്ന് സ്പെഷ്യൽ ലച്ചു ബിരിയാണിയാണ് മേടിച്ചിട്ടുള്ളത്. ചിക്കൻ 65 ബിരിയാണി. പിന്നെ ബിരിയാണി ഇന്നലെ കഴിച്ചതിനെ കൊണ്ട് ഞാൻ ഇന്ന് ബിരിയാണി വേണ്ട, നമുക്ക് ഈ കറികളെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ എന്താ പറയുക, നാട്ടുകോഴീനെയൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അങ്ങനെ നിങ്ങളിപ്പോൾ വരികയാണെങ്കിൽ മധുരയ്ക്ക്, ഇപ്പോൾ രാമേശ്വരത്ത് നിന്ന് മധുരയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ പൊന്നി മെസ്സുണ്ടോ. കാണാനൊരു ലുക്കില്ലെങ്കിലും ചെറിയൊരു ഹോട്ടലാണെങ്കിലും പക്ഷേ ഉള്ളിൽ നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ അതൊക്കെ നല്ല കുഴച്ച് അങ്ങോട്ട് കഴിച്ചു. നല്ല തൈറും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ നല്ല എരിവ് ഉണ്ടാവും ഭക്ഷണത്തിന്. പക്ഷേ ഇന്നത്തെ അപേക്ഷിച്ച് ഇന്നത്തെ എനിക്ക് തോന്നുന്നു കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ നമ്മളൊരു 4 മണിയാകുമ്പോൾ നമ്മൾ മധുരയിലെത്തി കേട്ടോ. ഇന്ന് അവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്, വിശ്വാസ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ചായ വടിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്ന് നമുക്ക് ഇവിടെയാണ് കേട്ടോ സ്റ്റേ. ഇന്ന് ലച്ചുവിൻ്റെ ഫ്രണ്ട് കാർത്തിക് കണ്ണൻ നമുക്ക് ആക്കി തന്ന സ്റ്റേ ആണ്. നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഒരു ചെറിയൊരു ഹാളും 2 റൂമൊക്കെ. അതിനെക്കൊണ്ട് ലുക്കും സുസി അടിപൊളിയായിട്ടിരുന്ന് കളിച്ചു. അവരെ നമുക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ഇനി ഇന്നത്തെ രാത്രിക്കത്തെ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ മധുരേൻ്റെ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ പോവാണ്. മധുരേൻ്റെ നൈറ്റ് ലൈഫാണ് ആക്ച്വലി ആഘോഷിക്കുന്നത്. നമ്മൾ മധുരയിൽ പോവുകയാണെങ്കിൽ നമ്മൾ രാത്രി എല്ലാ തട്ടുകടകളിലും കയറി നിരങ്ങുക. എന്നിട്ട് നമ്മൾ അവിടുത്തെ മട്ടൻ കറി ദോശയും മട്ടൻ കീമ ദോശ, പിന്നെ നൂൽപുട്ട്, മട്ടൻ, പിന്നെ കലക്കി, മുട്ടക്കലക്കി, ഇതൊക്കെ ട്രൈ ചെയ്യണം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പം ഞങ്ങൾ 9 മണിയായി ഞങ്ങൾ 2 ഫ്രണ്ട്സ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ മെല്ലെ ഇറങ്ങി കേട്ടോ. നമ്മുടെ ന്യൂ മെസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ മധുരയിൽ കുറേ സ്ഥലത്ത് കണ്ടു കേട്ടോ. അപ്പോൾ അത് ഒരു അത്യാവശ്യം നല്ലൊരു തട്ടുകടയാണ്. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. ഈ പുറമെ കാണുന്നില്ല കേട്ടോ, ഉള്ളിൽ ഇനി കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ സ്പെഷ്യലൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് മുട്ടയാണ്, മുട്ട കലക്കി അതിങ്ങനെ പാർന്നിട്ട് ഇങ്ങനെ തവി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഒരുമാതിരി രൂപത്തിലുള്ള ഒരു മുട്ട ഓംലേറ്റ് ആക്കും. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ മുട്ട എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് പോയിട്ടുള്ളത് മട്ടൻ കറി ദോശയും, പിന്നെ നൂൽപുട്ട് മട്ടൻ മിക്സും, പിന്നെ വേറെ എന്തുകൊണ്ടുതന്നെ പിന്നെ ചിക്കൻ 65. ഇവരെ ചിക്കൻ 65 അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അവരുടെ ചിക്കൻ 65. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നൂൽപുട്ടും മറ്റേ മട്ടൻ്റെ ആ സാധനമില്ലേ, അത് രണ്ടും കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ആക്കി നമ്മൾ പുട്ടും മുട്ടയുണ്ടല്ലോ, നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന പുട്ടും മുട്ടയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു സാധനമാണ് ഈ സാധനം. അപ്പം ഞങ്ങൾ കുറേ സമയം ഇരുന്ന് കേട്ടോ. പുറത്തൊരു പൂട്ടിയിട്ട കടേൻ്റെ മുമ്പിൽ അവിടെ ഇങ്ങനെ ഇരുന്ന്. അപ്പോഴത്തേക്ക് ഒരു മഴയൊക്കെ പെയ്ത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ തണ്ണി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ സീറ്റ് കിട്ടി പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ മെല്ലെ അവിടെ പോയിരുന്നു. ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്ത് നമ്മുടെ മട്ടൻ കറി ദോശയും മട്ടൻ എനിക്ക് എന്തൊക്കെ എനിക്കറിയില്ല അതിൻ്റെ പേരൊക്കെ. അതൊക്കെ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ മധുരൈ രാജ അണ്ണനാണ്. അണ്ണന് ரொம்ப താങ്ക്സ് അണ്ണേ. കഴിച്ച് ശരിക്കും വയറൊക്കെ പൊട്ടാനായിട്ടോ. ഇനിയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സാധനങ്ങൾ മധുരയിലുണ്ട്. അപ്പം ഞങ്ങൾ ഇത് കഴിച്ചു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നെക്കൊണ്ട് വയറ് നന്നായിട്ട് ഫുള്ളായി. ഇനിയിപ്പം നമ്മൾ അടുത്തത് എങ്ങോട്ടേക്ക് അറിയാൻ പോകുന്നത്, അടുത്തത് നമ്മൾ റോസ് മിൽക്കും പിന്നെ ബട്ടർ ബണ്ണും കഴിക്കാൻ പോവാണ് കേട്ടോ. അതാണെങ്കിൽ രാത്രി ഫുൾ ടൈം അത് അവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ നേരെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട്, ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. അതായത് നമ്മൾ അവിടെ പോയി, അവിടെയാണെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ സമയം എത്രയൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ 1 മണിയോ 2 മണിയോ രാത്രി കേട്ടോ, ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോഴും അവിടെ ഇങ്ങനെ ബണ്ണുണ്ടാക്കുന്നു, എല്ലാവരും വന്ന് കഴിക്കുന്നു. ഫുൾ ഓണാണ് കേട്ടോ സിറ്റി. അപ്പം നമ്മൾ ഇങ്ങനെ ഫുൾ ബണ്ണിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മേലെ പഞ്ചസാര ഇട്ട് തരുന്നൊരു പരിപാടിയാണ് കേട്ടോ ഈ ബണ്ണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പേര് ബട്ടർ ബൺ. അപ്പോൾ അതും റോസ് മിൽക്കിന് ഒരുക്കത്തെ ടേസ്റ്റ്. പക്ഷേ എനിക്കെല്ലാം കൂടെ കഴിച്ചിട്ടുണ്ടല്ലോ വയറിങ്ങനെ പൊട്ടാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ വീണ്ടും ഒന്നും കൂടെ പോയി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സമയം കിട്ടിയില്ല. എന്നാലും ബട്ടർ ബണ്ണും ഒടുക്കത്തെ ടേസ്റ്റ് കിട്ടോ, അടിപൊളിയായി, നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു എല്ലാം. അപ്പം മധുരേനെ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ ആവുന്നു. അപ്പം ബൈ ഗൈസ്, അടുത്ത വ്ളോഗ്